ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണക്കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ഭക്തജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഴയന്നൂർ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം KU ഷാജി ശർമ്മ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണക്കിരീടം നഷ്ടപ്പെട്ട് മാസങ്ങളാകുമ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി ശിക്ഷ നൽകേണ്ടവർ മൌനത്തിലാണെന്നാണ് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത്. മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശന് അസുഖം വന്നതുമൂലം ലീവിൽ പോയപ്പോൾ പുതിയ ദേവസ്വം ഓഫീസറായി സച്ചിൻ വർമ്മ ചാർജെടുക്കുന്ന സമയത്താണ് കിരീടം നഷ്ടപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പഴയന്നൂർ സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസ് നടത്താതെ വന്നപ്പോൾ ഭക്തജനങ്ങൾ പഴയന്നൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിച്ച പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്ത് തൃശൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് ഡോക്ടർ KU ഷാജി ശർമ്മയും ഒരു ഭക്തൻ എന്ന നിലയിൽ പരാതിയും നൽകിയിരുന്നു. പഴയന്നൂർ പോലീസ് അന്വേഷണം നടത്തി എന്തെങ്കിലും തെളിവോ പ്രതിയെ കണ്ടെത്തുവാനോ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വർണ്ണക്കിരീടം സൂക്ഷിച്ചിരുന്ന നിലവറയുടെ താക്കോൽ കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത മുൻ ദേവസ്വം ഓഫീസറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലൂടെ തെളിവ് ശേഖരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി അംഗവും വിശ്വ ഹിന്ദു പരിഷത്ത് തൃശൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് ഡോക്ടർ KU ഷാജി ശർമ്മയും രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കായി ഭക്തർ സമർപ്പിച്ച ഉരുപ്പടികളുടെ കണക്കെടുക്കുന്നതിനായി 2013 വർഷം വരെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പോലും ക്ഷേത്രത്തിലില്ലെന്നാണ് വിവരാവകാശത്തിനായി നൽകി മറുപടി ലഭിച്ചപ്പോൾ വ്യക്തമായതും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമസ്കാരം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടന്ന ചില വിവാദങ്ങൾ, അതായത് പഴയന്നൂർ ഭഗവതിയുടെ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പഴയന്നൂരിലെ ഭക്തജനങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. അത് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഴയന്നൂർ ഭഗവതിയുടെ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ഞാൻ. ഒപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അർച്ചക് പുരോഹിതിൻ്റെ സംസ്ഥാന സഹപ്രമുഖം കൂടിയാണ്. ഞങ്ങൾ ഈ കിരീടം കാണാനില്ലാതെ ആയതിനു ശേഷം ദേവസ്വം ഓഫീസർ, പുതിയ ദേവസ്വം ഓഫീസർ ചാർജ് എടുക്കുമ്പോൾ ഈ കിരീടം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയന്നൂർ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ കാര്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാതെ വന്നപ്പോൾ സംരക്ഷണ സമിതി ഒരു പരാതി കൊടുക്കുകയും ഒപ്പം തന്നെ വ്യക്തിപരമായി ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാനും ഒരു പരാതി പഴയന്നൂർ സ്റ്റേഷനിൽ കൊടുത്തു. പഴയന്നൂർ പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം ഇതുവരെയും എവിടെ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-21 ദിവസമായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ദേവസ്വം ഓഫീസർ ദിനേശൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് ഈ ലോക്കറിൻ്റെ ചാവിയുള്ളത്. അദ്ദേഹം അറിയാതെ അവിടുന്ന് ആ സാധനം നഷ്ടപ്പെടില്ല. അപ്പോൾ ദിനേശനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത് തെളിയിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ദിനേശനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണ നടപടികളോ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വിവരാവകാശ നിയമം വെച്ച് ഞാൻ ക്ഷേത്രം ദേവസ്വം ഓഫീസർക്ക് ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വസ്തുതയാണ് മനസ്സിലായത്. 2013 വരെ ഈ ക്ഷേത്രത്തിന് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കൊച്ചി രാജാവായിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള അമൂല്യമായ രത്നങ്ങൾ പതിച്ച ഒരു കിരീടമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ പറയാറുണ്ട്, അവിടെ ചെമ്പിൻ്റെയും ഓടിൻ്റെയും ഒക്കെ പാത്രങ്ങളാണ് അവിടെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അന്നദാനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ മുഴുവൻ സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ 2013 ശേഷം വന്ന സ്റ്റോക്ക് രജിസ്റ്ററിൽ എല്ലാം സ്റ്റീൽ പാത്രങ്ങളും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുൻപ് പല കാര്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സമഗ്രമായ അന്വേഷണം, ദിനേശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമിതിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻ ദേവസ്വം ഓഫീസറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമഗ്രമായ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും ഡോക്ടർ KU ഷാജി ശർമ്മ CCVയോടായി പറഞ്ഞു. CCV ന്യൂസ്, പഴയന്നൂർ.